വെൽക്കം ടു ട്രൈഡോട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് വീക്കിലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയനെയാണ് നോക്കിയാൽ കാണാം. ഇതിന്റെ താഴെയാണ് വീക്കിലി എല്ലായ്പ്പോഴും മാർക്കറ്റ് ക്ലോസ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ചും കൂടി താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയും കൂടി ഇതും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ഏരിയ ആയിട്ട്, വീക്കിലി സപ്പോർട്ടായിട്ട്. റെസിസ്റ്റൻസ് ഓൾ ടൈം ഹൈനെ മാർക്ക് ചെയ്യുന്നുണ്ട്. വീക്കിലി ചാർട്ടിൽ ഇനിയൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഇതും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനു മുന്നേ കുറേ കാലം മാർക്കറ്റ് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്ത് മുകളിലോട്ട് പോയി വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിരുന്നു, വീണ്ടും മുകളിലോട്ട് പോയി വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി. അതായത് ഇതിനു മുൻപ് കുറേ കാലം മാർക്കറ്റ് ട്രേഡ് ചെയ്തിരുന്നത് ഇതിന് താഴെയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ചയായിട്ടാണ് ഇതിന് മുകളിലോട്ട് പോയത്. അപ്പം അവിടെ നിന്ന് വീണ്ടും ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെയും സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് വീക്കിലി ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഡേ ചാർട്ടിലോട്ട് പോവാം. ഡേ ചാർട്ടിൽ മാർക്കറ്റ് ഇന്നലെ വലിയൊരു വീഴ്ച തന്നിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി ന്യൂസിന് ശേഷം മാർക്കറ്റ് വലിയൊരു വീഴ്ച തന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ അനാലിസിസിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ ഒരു ഇംബാലൻസ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇംബാലൻസ് ഓൾറെഡി മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. ബാലൻസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ വരച്ച സപ്പോർട്ട് ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് എത്രത്തോളം ബുള്ളിഷായി പോകുമെന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഓൾറെഡി അതിന്റെ വീക്ക്നെസ് കാണിച്ചു തുടങ്ങി, താഴോട്ടേക്ക് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കാം. അതിനു മുന്നേ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്തിടാം. ഡേ ചാർട്ടിലെ സപ്പോർട്ട് ആണ് മാർക്ക് ചെയ്യുന്നത്. ഇത് മാർക്ക് ചെയ്യുന്നുണ്ട്, ഡേ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡേ ചാർട്ടിൽ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത് എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ഓൾ ടൈം ഹൈനെയാണ് മാർക്ക് ചെയ്യുന്നത്. അതും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കുന്നത് ഒരു ഇംബാലൻസ് ആണ്. ഒരു ഇംബാലൻസ് ഇതിൽ കാണുന്നുണ്ട് ഡേ ചാർട്ടിൽ, അത് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് ഓസ്ട്രേലിയൻ ഡോളറിൽ ന്യൂസ് ഉണ്ടായിരുന്നു. 7 മണിക്ക് ന്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന ന്യൂസ് GBPയുടെ ന്യൂസ്, GDP വരുന്നുണ്ട്. അത് 11:30 ഇന്ത്യൻ സമയം 11:30 അതിന്റെ ഒരു യൂഷ്വൽ എഫക്റ്റ് എന്ന് പറയുന്ന ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്നതല്ല, എന്നാലും ആ ഒരു GDP ആയതുകൊണ്ട് ഒരു പക്ഷേ ആ ഒരു സമയത്ത് അത്യാവശ്യം ഒരു മൂവ്മെന്റ് സംഭവിച്ചേക്കാം. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇനി വരുന്ന ന്യൂസ് ഓൾ ഡേ ന്യൂസ് വരുന്ന യൂറോയില് ഓൾ ഡേ ന്യൂസ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ആൻഡ് ഇറ്റാലിയൻ ബാങ്ക്സുകൾ അവധിയാണ്. USDയിൽ വരുന്ന ന്യൂസ് 6 മണിക്കാണ്. അതിൽ കോർ റീറ്റെയിൽ സെയിൽസ് മന്ത്ലി വരുന്നുണ്ട്, റീറ്റെയിൽ സെയിൽസ് മന്ത്ലി വരുന്നുണ്ട്, അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് വരുന്നുണ്ട്. എല്ലാം 6 മണിക്കാണ്. മോശമില്ലാത്തൊരു ന്യൂസാണ്. എക്സ്പെഷ്യലി അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് എന്ന് പറയുന്നത് അത്യാവശ്യം മൊമെന്റ് കിട്ടുന്ന ഒരു ന്യൂസാണ്. എന്തായാലും നമുക്ക് ഇതിന്റെ യൂഷ്വൽ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് കോർ റീറ്റെയിൽ സെയിൽസിന്റെ വന്നിരിക്കുന്നത്. നോക്കിയാൽ കാണാം അതിന്റെ പ്രീവിയസ് 0.4% ആണ്, ഫോർകാസ്റ്റ് 0.1% ആണ്. അതായത് പ്രീവിയസിനേക്കാൾ ഒരുപാട് താഴ്ന്നിട്ടുള്ള ഫോർകാസ്റ്റ് ആണ് വരുന്നത്. കറൻസിക്ക് അത്ര ഫേവറബിൾ ആയിട്ടുള്ള ഫോർകാസ്റ്റ് അല്ല തന്നിരിക്കുന്നത്. കറൻസിക്ക് ഫേവറബിൾ അല്ലാത്ത ന്യൂസ് ആയതുകൊണ്ട് കറൻസി വീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സമയത്ത് ഗോൾഡ് മുകളിലോട്ട് പോകാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ റീറ്റെയിൽ സെയിൽസ് വന്നിരിക്കുന്നത് പ്രീവിയസ് 0.0% ആയിരുന്നു, ഫോർകാസ്റ്റ് 0.4 ആണ് വരുന്നത്. റീറ്റെയിൽ സെയിൽസ് മന്ത്ലിയാണ്. അതും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം മോശമില്ലാത്ത വലിയൊരു ഫിഗറാണ് വന്നിരിക്കുന്നത്. 0.4% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഫിഗറാണ്. ഇനി വരുന്നത് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ്. അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസിൽ കഴിഞ്ഞ തവണ പ്രീവിയസ് 233K ആയിരുന്നു, ഫോർകാസ്റ്റ് 236K ആണ്. ഇതിന്റെ യൂഷ്വൽ എഫക്റ്റ് മറ്റ് രണ്ടിനേക്കാളും ഓപ്പോസിറ്റ് ആണ്. ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. കാരണം അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്ലെയിംസിനെ കുറിച്ചുള്ള ന്യൂസാണ്. അപ്പൊ അതെപ്പോഴും താഴ്ന്നിരിക്കണം. പക്ഷെ ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് അതിനേക്കാൾ മുകളിലാണ്, 236 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. മൊത്തത്തിൽ 6 മണിക്കത്തെ ന്യൂസ് ഒരു മിക്സഡ് ഫോർകാസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ ന്യൂസ് കറൻസിക്ക് ഫേവറബിൾ അല്ല, രണ്ടാമത്തെ ന്യൂസ് കറൻസിക്ക് ഫേവറബിൾ ആയിട്ട് വരുന്നുണ്ട്, മൂന്നാമത്തെ ന്യൂസ് വീണ്ടും കറൻസിക്ക് ഫേവറബിൾ അല്ല എന്നുള്ള രീതിയിലാണ് വരുന്നത്. എനിവേ ന്യൂസ് വന്നതിന് ശേഷം മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നോക്കി ട്രേഡ് എടുക്കുക. ഇനി നമുക്ക് അനാലിസിസിലേക്ക് പോവാം.
അനാലിസിസിൽ വൺ ഡേ ചാർട്ടിൽ നിന്ന് 4 ഹവറിലേക്കാണ് പോകുന്നത്. 4 ഹവറിൽ വൺ ഡേ ചാർട്ടിൽ നമ്മൾ പറഞ്ഞ പോലെ ഇന്നലെ വലിയൊരു വീഴ്ച മാർക്കറ്റ് താഴോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ന്യൂസ് ടൈമിലാണ് വന്നിരുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെറിയ രീതിയിലൊന്ന് റിക്കവർ ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് വീക്ക്നെസ് വീണ്ടും താഴോട്ടേക്ക് തന്നെ കാണിക്കുന്നുണ്ട്. എനിവേ നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട്. ആ വീണ ഏരിയയിൽ റെസിസ്റ്റൻസ് ഏരിയ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഒരു സപ്പോർട്ട് ഏരിയ ആണ് വേണ്ടത്. സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഓൾറെഡി ഡേയിൽ മാർക്ക് ചെയ്തൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതാണ് സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കുന്നത്. പിന്നെ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയനെ നമ്മൾ സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കാം. ഇത് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഒരിക്കൽ കൂടി 4 ഹവറിൻ്റെ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നു. അത് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് കാണുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ഒരു ഇംബാലൻസിലേക്ക് മാർക്കറ്റ് വന്നിട്ട് അവിടെ നിന്നാണ് റിജക്ഷൻ മുകളിലോട്ട് കയറി പോയിരിക്കുന്നത്. റിജക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു റിജക്ഷൻ ആയിരിക്കാൻ സാധ്യതയില്ല. മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് വരുമെന്നുള്ളതിനെ കാണിക്കുന്ന വീക്ക്നെസ് കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടം വരെ എത്തണം. ഒരിക്കൽ കൂടി ഈ ഏരിയയിലേക്ക് എത്തണമെന്നാണ് കരുതുന്നത്. അതായത് ഇപ്പോൾ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് കാലത്ത് തന്നെ. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നോക്കണം. നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി ഇവിടേക്ക് എത്തുകയാണെങ്കിൽ ഒരു 100 പിപ്പിൻ്റെ എൻട്രി ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. എന്തായാലും 4 ഹവറിലാണ് കാണുന്നത്. ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഒരിക്കൽ കൂടി നോക്കിയതിന് ശേഷം മാത്രമേ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 4 ഹവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ താഴെ ഇംബാലൻസിൻ്റെ താഴെ ഒരു സപ്പോർട്ടും കൂടി വേണമെങ്കിൽ മാർക്ക് ചെയ്തിടാം. ഓൾറെഡി നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. എന്നാലും ഒരു ലൈനായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഈ ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഒന്നും കൂടി ഇവിടെ സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഇതൊരു പക്ഷേ മൈനറാണ്. ഇതൊരു മൈനർ സപ്പോർട്ടാണ്. ഉറപ്പ് പറയാനായിട്ടില്ല. ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു മേജർ സപ്പോർട്ടായിട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഒന്നും കൂടി മുകളിലോട്ട് പോകാം മാർക്കറ്റ്. എനിവേ നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം എടുക്കാം. 4 ഹവറിൽ പ്രധാനമായിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് മെയിൻ ഏരിയാസ് ആണ്. ഇപ്പോൾ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇംബാലൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇംബാലൻസ് ഓൾറെഡി മാർക്കറ്റ് എടുത്തുകൊണ്ട് അതിനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഇതൊരു സ്ട്രക്ചർ ബ്രേക്ക് തന്ന ഏരിയ ആണ്. നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഇവിടെ വന്നിട്ട് റസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇവിടേക്ക് എത്തുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ മാർക്കറ്റ് എടുത്ത് നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഇംബാലൻസ് പ്ലസ് ഒരു സപ്പോർട്ടിലുണ്ട്. അതിൽ ഇംബാലൻസ് എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. എന്തായാലും ചെറിയ ടൈം ഫ്രെയിമിൽ പോയതിനു ശേഷം നമുക്ക് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ഇനി പോകുന്നത് 1 ഹവറിലാണ്. 1 ഹവറിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ 4 ഹവറിൽ പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. വീഴ്ച വളരെ ഷാർപ്പായിട്ടുള്ള വീഴ്ചയായിരുന്നു. ഇവിടെ നിന്ന് റിക്കവറിക്കുള്ള ശ്രമം നടക്കുന്നുണ്ട്. റിക്കവറിക്കുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എത്താനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്കായിരിക്കും. അപ്പോൾ ഇതിനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഓൾറെഡി അവിടെ റെസിസ്റ്റൻസുകൾ ഉണ്ട്, എന്നാലും ഒന്നുകൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട്. 1 ഹവറിൻ്റെ ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ താഴോട്ടേക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് തന്നെ താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഇവിടെ നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷൻ ആയിട്ടില്ല ഡൗൺ ട്രെൻഡിലേക്ക് എന്നുള്ളത്. കാരണം ഇതൊരു പക്ഷേ ബ്രേക്ക് കിട്ടിയിട്ട് സപ്പോർട്ട് എടുക്കാൻ വന്നതായിരിക്കും. ഡീപ്പ് സപ്പോർട്ട് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് വളരെ സ്ട്രോങ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നോക്കാം നമുക്ക് ഇന്ന് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇനി 1 ഹവറിലൊരു സപ്പോർട്ട് ഏരിയയും കൂടിയും പറയാം. ഈ ഒരു ഏരിയ സപ്പോർട്ട് ഏരിയ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു ഏരിയ സപ്പോർട്ട് ഏരിയ എന്നുള്ളത്. നോക്കിയാൽ കാണാം റീടെസ്റ്റ് ചെയ്യാത്തൊരു ഏരിയ ആണ്. അവിടേക്ക് എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് ഓൾറെഡി എത്തിയിട്ടുണ്ട്. അതിന് ഒരു വർഷം കൂടി ഒരിക്കൽ കൂടിയും കൂടി എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങാം. അത് ഇറങ്ങേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഇംബാലൻസോ അല്ലെങ്കിൽ സപ്പോർട്ടോ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ലൊരു രീതിയിൽ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ന്യൂസ് എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടി നോക്കണം. ഇനിയിപ്പോൾ 1 ഹവറിൽ ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നിടത്ത് ഒരു എൻട്രി പോയിന്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഒരു എൻട്രി പോയിന്റ് വന്നിട്ട് ഈ ഒരു ലെവലിലെങ്കിലും വെക്കണം. അത്യാവശ്യം മോശമില്ലാത്തൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇത് സ്റ്റോപ്പ് ലോസ് ഇനിയിപ്പോൾ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ റെഡ് ലൈൻ വരെയാണ് ഫസ്റ്റ് ടാർഗറ്റ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി താഴോട്ടേക്ക് വെക്കാം. ഒരു 220 വരെയൊക്കെ വരുന്ന രീതിയിൽ വെക്കാം. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഒന്നുകൂടിയും പോകാം. ഇനി പോകുന്നത് 50 മിനിറ്റ്സിലാണ്. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ എൻട്രി എടുക്കണ്ട എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ. ഒരുപക്ഷെ മാർക്കറ്റ് കുറച്ചും കൂടി മുകളിലോട്ടേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞ ഈ ഏരിയയിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിന്ന് എന്താണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. എന്നിട്ട് നമുക്ക് ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലത്.
എനിവേ 50 മിനിറ്റ്സിൽ ഇപ്പോൾ കറൻ്റ്ലി നമുക്കൊരു എൻട്രി ആക്ച്വലി ഇല്ല. നമ്മളിപ്പോൾ വലിയ ടൈം ഫ്രെയിമിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കത് കാണാൻ കഴിഞ്ഞിട്ടില്ല. വെയിറ്റ് ചെയ്യേണ്ടി വരും. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ട്രാറ്റജി ഇവിടെ വർക്ക് ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. നോക്കാം, ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് നോക്കേണ്ടി വരും. അത് ഗ്രൂപ്പിലുള്ള ആളുകൾ ശ്രദ്ധിച്ച് ട്രേഡ് എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാലത്ത് തന്നെ നല്ല ട്രേഡിംഗ് സ്ട്രാറ്റജി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. 50 മിനിറ്റ്സിലെ പ്രധാനപ്പെട്ട ഏരിയാസും അതിന് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് ഇടേണ്ടതുണ്ട്. 50 മിനിറ്റ്സിൽ നോക്കുന്ന സമയത്ത് ഹയർ ടൈം ഫ്രെയിമിൽ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഏരിയാസൊന്നും നമുക്കിപ്പോൾ മാർക്ക് ചെയ്യാനില്ല ആക്ച്വലി 50 മിനിറ്റ്സിൽ. ഈ പറയുന്ന ഒരു ഏരിയ നമ്മൾ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം ഇവിടേക്ക് വരുന്ന സമയത്ത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ 1 അവറിൻ്റെ റെസിസ്റ്റൻസിലേക്ക് വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. ഈ 2 ഏരിയ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതാണ്. എന്നുവെച്ചാൽ ഇവിടെ നിന്ന് റിയാക്ഷനോ റിജക്ഷനോ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു സെൽ എൻട്രി പ്ലേസ് ചെയ്യാം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ റിയാക്ഷൻ അല്ലെങ്കിൽ റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ സെൽ എൻട്രി പ്ലേസ് ചെയ്യാം. ഒരു ക്ലിയർ ആയിട്ടുള്ള വിത്ത് കൺഫർമേഷനോട് കൂടിയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റെഡ് ലൈൻ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അറ്റ്ലീസ്റ്റ് നമുക്കൊരു ബ്ലാക്ക് ലൈൻ വരെയെങ്കിലും ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. രണ്ടാമത്തെ ടാർഗറ്റ് റെഡ് ലൈൻ വരെ വയ്ക്കാം. പിന്നെ വീണ്ടും കൂടി കുറച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്ക്, നേരത്തെ പറഞ്ഞ പോലെ ഈ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ബൈക്ക് ഒരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അത് നോക്കുക. അതും കൺഫർമേഷനോട് കൂടി തന്നെ നോക്കണം. കാരണം ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കൺസോളേഷൻ നടന്ന ഏരിയയാണ്. അപ്പോൾ ഈ കൺസോളേഷൻ ഏരിയയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ റിജക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി എങ്കിലും കിട്ടും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു പക്ഷേ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ. വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി കയറ്റി വെക്കാം. ഇങ്ങനെ ഒരു ലെവലിലൊരു 100-150 പിപ്പിൻ്റെ അടുത്തെങ്കിലും കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എനിവേ അത് മാർക്കറ്റ് സ്ട്രക്ചറുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷമൊക്കെ വയ്ക്കാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു ബൈ കിട്ടിയില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു ഏരിയനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബൈ നോക്കാവുന്നതാണ്. ഇവിടെ ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഇംബാലൻസ് ഉണ്ട്. അതും കൺഫർമേഷനോട് കൂടി മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഏരിയയിലെത്തി എന്ന് വിചാരിച്ചിട്ട് ഒടിച്ചാടി കയറി എടുക്കരുത്. നല്ലൊരു കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതാണ്. അതിന് താഴെ വീണ്ടും സപ്പോർട്ടുണ്ട്. ഒരുപക്ഷെ അത്രയ്ക്കൊന്നും എത്തുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അത്രയും വലിയൊരു ഇമ്പാക്റ്റ്ഫുള്ളായ ന്യൂസ് ആയിരിക്കില്ല എന്ന് വരുന്നത്. കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കാം. മാർക്കറ്റ് ഒരു കണ്ടിന്യൂഷൻ തരുമായിരിക്കാം. അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഡീപ്പ് പുൾ ബാക്ക് എടുത്തിട്ട് മുകളിലോട്ട് തന്നെ വീണ്ടും പോവായിരിക്കാം. എനിവേ നമുക്ക് എന്തായാലും ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ട് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നിന്നൊന്നും നമുക്ക് കൃത്യമായിട്ടുള്ള ടാർഗറ്റ് വെക്കാനൊന്നും പറ്റില്ല. കാരണം ആ ഏരിയാസിൽ എത്തിയിട്ട് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ടാർഗറ്റ് വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മാർക്കറ്റ് കയറി പോകുന്നതിൽ മറ്റൊരു എൻട്രി സാധ്യതയും കൂടിയും കാണുന്നുണ്ട്. ഒരുപക്ഷെ മാർക്കറ്റിൽ പോകുന്നതിൽ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറുകൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ചെറിയ രീതിയിൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ട്. ഒരു പുൾ ബാക്ക് കിട്ടുകയാണെങ്കിൽ ഈ ഏരിയയിലേക്ക് ഒരു പുൾ ബാക്ക് കിട്ടി കഴിഞ്ഞിട്ട് ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണ്. ഈ ഒരു ബ്ലാക്ക് ലൈൻ വരച്ചിടുന്ന ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബൈ എൻട്രിക്ക് വയ്ക്കാവുന്നതാണ്. ഇവിടെ നിന്നൊരു ബൈ എൻട്രി നമുക്ക് നോക്കാം. അത് നോക്കുന്ന സമയത്ത് ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് നമുക്ക് ഡെഫിനറ്റ്ലി വെക്കാം. അവിടെ ഒരു 150-150ഓളം പിപ്പ് കളക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും കൺഫർമേഷൻ കിട്ടണം. കൺഫർമേഷൻ കിട്ടാതെ എടുക്കരുത്. ഒരു ഏരിയയിൽ നിന്ന് പോലും കൺഫർമേഷൻ കിട്ടാതെ എടുക്കരുത്. കാരണം മാർക്കറ്റ് ക്ലിയറായിട്ട് കൺഫർമേഷൻ തന്നാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് എല്ലാവരും ഓർമ്മിക്കുക. ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കയറി ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. എല്ലാവരും ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് സേഫായി ട്രേഡ് ചെയ്യുക.